ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സ്ത്രീയും പുരുഷനും, പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർ. ലൈംഗികതയിൽ തുടക്കം മുതലേ ആനന്ദമുണ്ടെങ്കിലും രതിമൂർച്ചയിൽ കൂടിയാണല്ലോ അതൊരു അനുഭൂതിയായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ തരത്തിലാണല്ലോ ആ ഓർഗാസത്തിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് പോകുന്നത്. പുരുഷനെ സംബന്ധിച്ച് ഇജാക്കുലേഷൻ അത്ര വലിയ പ്രോബ്ലം ഒന്നും വരാറില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് രതിമൂർച്ച ഇല്ലാതിരിക്കുന്നത് ഒരു അസംതൃപ്തിയിലേക്ക് നയിക്കും. അപ്പോൾ ഇതൊരു സന്തോഷകരമായ അനുഭവമാക്കി മാറ്റാൻ പറ്റാത്തതിന്, അല്ലെങ്കിൽ തീവ്രമായ രതിമൂർച്ച അനുഭവിക്കാൻ പറ്റാത്തതിന് സ്ത്രീകളെ സംബന്ധിച്ച് പല കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു പ്രത്യേക മൂഡ് കണ്ടെത്താൻ പറ്റുന്നില്ല, ഇതൊരു ലഹരിയാക്കി മാറ്റാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ഈ മടുപ്പൊക്കെ പരിഹരിച്ച് എങ്ങനെ നല്ലൊരു രതിമൂർച്ചയിൽ എത്തിക്കാം എന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് ശരീരവും മനസ്സും ഒരുപോലെ ഒരു പ്രത്യേക തലത്തിൽ നിന്ന് പ്രവർത്തിച്ചെങ്കിലേ ശരിക്കും ഒരു ലൈംഗിക ആസ്വാദനം വരുത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഒരു പങ്കാളിയായിട്ട് മാത്രം ബന്ധപ്പെടുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. ചില സ്ത്രീകൾ പങ്കാളിയായിട്ട് ബന്ധപ്പെടുന്നത് ഒഴിവാക്കും, എന്തെങ്കിലും കാരണം പറഞ്ഞ്. എന്ന് വെച്ചാൽ അവരോട് ഇഷ്ടക്കുറവൊന്നും കാണത്തില്ല, പക്ഷേ എന്തോ ആ വ്യക്തിയായിട്ട് ചെയ്യുമ്പം ഇതൊരു സുഖകരമായ ഒരു അനുഭവമായിട്ട്, അല്ലെങ്കിൽ അത്ര വലിയ അനുഭൂതിയായിട്ട് അവർക്ക് തോന്നുന്നില്ല. ചിലവരെ സംബന്ധിച്ച് പങ്കാളിക്ക് വേണ്ടി കടന്നു കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അത്ര ഒരു രസം കിട്ടുന്നില്ല. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷനോട് വൈകാരികപരമായിട്ടുള്ള ഒരു ആകർഷണമുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആകർഷണം സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്, പുരുഷൻ്റെ. അപ്പോൾ ഇതിനകത്തെല്ലാം വരും ഒരാൾ ചെയ്യുന്ന ജോലി, അയാളുടെ ശാരീരിക മാനസിക ആരോഗ്യം, അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥ, അതുപോലെ അവരുടെ വസ്ത്രധാരണം, മാനസികമായ കഴിവ്, മെച്യൂരിറ്റി, അതുപോലെ തന്നെ സ്നേഹിക്കാനുള്ള കഴിവ്, കെയർ ചെയ്യാനുള്ള കഴിവ്. എന്ന് വെച്ചാൽ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷൻ്റെ സ്മാർട്ട്നെസ്സാണ് ആ സൗന്ദര്യം എന്ന് പറയുന്നത്, ആ ആകർഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്മാർട്ട്നെസ് വർദ്ധിപ്പിക്കാൻ നോക്കണം. അതുപോലെ തന്നെ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പൊതുവെ അസംതൃപ്തമായ ജീവിതം നയിക്കുന്നവരിൽ ഓർഗാസം വളരെ റെയറാണ്. ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, ചില സ്ത്രീകളെ സംബന്ധിച്ച് പങ്കാളിയിൽ അവർക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ തീവ്രമായി ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സ്ത്രീയുടെ രതിമൂർച്ചയെ ബ്ലോക്ക് ചെയ്യും. അത് തന്നെയല്ല, അവർക്ക് മറ്റൊരാളെ തേടിപ്പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും ചിലവർ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. എന്ന് വെച്ചാൽ അവരുടെ ശരീരം അത് വല്ലാതെ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് യോനി ഭാഗത്തൊക്കെ സ്വാഭാവികമായൊരു ലൂബ്രിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗം അനുഭവിക്കുന്നു, അവിടെ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവരുടെ മനസ്സ് കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആക്കി വെക്കും, ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് വെക്കും. എന്ന് വെച്ചാൽ ശരീരവും മനസ്സും അവിടെ രതിമൂർച്ച ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളി ഇല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യും. ഇനി ഇഷ്ടപ്പെട്ട പങ്കാളിയാണെങ്കിലോ തീർച്ചയായിട്ടും പുരുഷനെ അറിയിക്കും നല്ല 2 അടി വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആകർഷണത്തിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ അവർ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, അത് മാറണം. അപ്പോൾ ഈ സമയത്ത് അവർക്ക് തീവ്രമായിട്ട് ഇഷ്ടമുള്ള കാര്യമുണ്ട് ലൈംഗികതയിൽ ചെയ്യേണ്ടത്, അത് പുരുഷൻ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് പുരുഷൻ സ്ത്രീയുടെ ശരീരമാണ് ആസ്വദിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് മനസ്സ് ഇതിനകത്തൊരു വലിയ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ സ്നേഹത്തിന് ഇതിനകത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായൊരു സ്നേഹം പങ്കാളിയോടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലോക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നത്, അല്ലെങ്കിൽ നല്ലൊരു രതിമൂർച്ച ഇല്ലാതെ വരുന്നത്? അതിനൊരു കാരണമുണ്ട്, മൂല കാരണം ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 10 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ കാരണവും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 2 കാരണമാണുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പങ്കാളിയോടുള്ള ഒരു അസംതൃപ്തി, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനോട് തോന്നിയ ഒരു വെറുപ്പ്, അതല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ. എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഇഷ്ടമില്ലാത്ത അവസ്ഥ. രണ്ടാമത്തെ കാര്യം, ബന്ധപ്പെടുന്നതിനകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. എന്ന് വെച്ചാൽ ഫിസിക്കലി അവരെ നല്ല മൂഡാക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു.
അതുപോലെ തന്നെ അവർക്ക് സ്റ്റിമുലേഷൻ കിട്ടേണ്ട ഭാഗത്ത് കിട്ടാത്തതിൻ്റെ കുറവ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് മാറിടങ്ങളിൽ ശരിയായ രീതിയിൽ സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല. അതുപോലെ വാ കൊണ്ട് അവിടെ ഉത്തേജിപ്പിക്കുമ്പോൾ യോനി ഭാഗത്ത് വിരൽ കൊണ്ട് സ്റ്റിമുലേഷൻ കൊടുക്കണം. പക്ഷേ പല പുരുഷന്മാരും ഇത് സമയമെടുത്ത് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം ചൂട് പിടിക്കാനുള്ളൊരു ക്ഷമയുണ്ടല്ലോ, പല പുരുഷന്മാരും അത് കാണിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ചിലർക്ക് ഇതിനകത്ത് പണിയെടുക്കാനുള്ളൊരു മടിയുണ്ട് സ്വാഭാവികമായിട്ടും. തന്നെയല്ല, പുരുഷൻ്റെ ലൈംഗികത കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ലിംഗത്തിലാണ്. അതുകൊണ്ട് അതിനെ കൂടുതലും വലുതാക്കാനും ബലപ്പെടുത്താനുമായിരിക്കും അവൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഈ ബന്ധപ്പെടുന്ന ദിവസം കുറച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ, അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിൽ. ഇടയ്ക്ക് ചെവിയിലൊക്കെ ചെന്ന് രഹസ്യമായിട്ട് എന്തെങ്കിലും പറയണം. അതിനിടയ്ക്ക് നാക്ക് നീട്ടി ചെവിയിലൊന്ന് തൊടണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരോട് ഒത്തിരി ആകർഷണമുണ്ട് എന്ന രീതിയിൽ പെരുമാറണം. അതുപോലെ വികാരമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷൻ്റെ ബലം, ശരീരത്തിൻ്റെ ബലം, ആത്മവിശ്വാസം ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ കുടിക്കുന്ന സമയത്തായാലും കടിക്കുന്ന സമയത്തായാലും ഒക്കെ തന്നെ കുറച്ച് ആർത്തിയോടെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കണ്ണുകൾ അടച്ചാണെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് കണ്ണ് തുറന്നു നോക്കും നിങ്ങളുടെ മൂഡ് എന്താണെന്ന്. ആ സമയത്ത് പുരുഷനവരെ നന്നായിട്ട് ആസ്വദിക്കുന്നെങ്കിൽ അവർക്ക് വളരെയേറെ സന്തോഷം തോന്നും. അതുപോലെ നിങ്ങളവരെ ഓറൽ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും സ്ത്രീക്കും തോന്നും പുരുഷനെ ഓറൽ ചെയ്യാൻ. അതുപോലെ ചില സ്ത്രീകളെ സംബന്ധിച്ച് ഓറൽ ചെയ്ത് പുരുഷനെ ഉത്തേജിപ്പിക്കാൻ അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അതുപോലെ ഈ ഫോർ പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്ത്രീയും പുരുഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുക്കണം ഫാൻറ്റസി കാണാനായിട്ട്. ഈ സമയത്ത് അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫാൻറ്റസി കാണുന്നതാണ് നല്ലത്. അപ്പോൾ പുരുഷന് ഈ സമയത്ത് കാമം തോന്നുന്ന ഒരു സ്ത്രീ ശരീരമായിരിക്കും. അതുപോലെ തന്നെയാണ് സ്ത്രീക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ആയിരിക്കും ഈ സമയത്ത് അവർ ഓർക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ അവകാശമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ലിംഗം പ്രവേശിപ്പിക്കേണ്ട സമയം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ടും നല്ല മൂഡ് വന്നതിന് ശേഷമാണ് അത് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓർഗാസം വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ അടിക്കുന്ന സമയത്ത് ലിംഗത്തിൻ്റെ നെക്ക് ഭാഗമുണ്ടല്ലോ, അത് ക്രിസരിയിൽ ഒരഞ്ഞു പോവുകയും വേണം. യഥാർത്ഥത്തിൽ അതിനങ്ങനൊരു ഷേപ്പ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ ഇങ്ങനെ ചെയ്യാനായിട്ട് കംഫർട്ടബിളായിട്ടൊരു പൊസിഷൻ പുരുഷൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനകത്ത് ഈ ആസ്വാദനം ഇരിക്കുന്നത് പല പല ഘടകങ്ങളെ ആശ്രയിച്ചും പല പല പ്രവൃത്തികളെ ആശ്രയിച്ചാണ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഇത് പങ്കാളിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ പങ്കാളിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ ഒന്നും ആയിരിക്കത്തില്ല. ഇത് സ്ത്രീയുടെ തന്നെ പേഴ്സണലായിട്ടുള്ള വിഷയം കൊണ്ടും രതിമൂർച്ചയില്ലാതിരിക്കാം. ചില രോഗങ്ങൾ കൊണ്ട്, ചില ഭാഗത്തുള്ള വേദന കൊണ്ട്, ചില മാനസിക രോഗം കൊണ്ട് ഒക്കെ അങ്ങനെ സംഭവിക്കാം. ആക്ച്വലി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഓരോ 10 വർഷം കഴിയുമ്പോഴും പ്രകടമായ മാറ്റം സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങളും മാറും, അത് ആസ്വദിക്കുന്ന രീതി മാറും, അതിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറും. അത് ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോസിറ്റീവായിട്ടുള്ള മാറ്റമാണോ നെഗറ്റീവായിട്ടുള്ള മാറ്റമാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.